ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരതിയും അതുപോലെ തന്നെ നമ്മുടെ ശ്യാം സാറും മിഥുൻ വീണ്ടും അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്കി ആദർശും വേണിയും നന്ദിനി അമ്മയും മുത്തശ്ശിയും ഒക്കെ ഉണ്ട് കേട്ടോ. മിഥുൻ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. വേണുമാമനെ ധിക്കരിച്ച് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വേണുമാമന് വേണ്ടിയിട്ട് തന്നെയാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ നല്ല കാര്യങ്ങളും വേണുമാമൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ മെഡിക്കൽ പോർഷൻ പോലും അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു. എൻ്റെയും ആരതിയുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേങ്കിൽ തുടക്കത്തിൽ തന്നെ കല്ല് കടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ ആദർശ് മനസ്സിലായി. ഇനി പറഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല, എന്താ കാര്യമെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ബന്ധുക്കൾ എതിർത്തത് കൊണ്ട് ആരതി വിവാഹം കഴിക്കാനായിട്ട് മിഥുന് കഴിയില്ല, ഇത് പറയാനല്ലേ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇക്കാര്യം പറയാനായിട്ട് മിഥുൻ ഇത്രയും കഷ്ടപ്പെടാനായിട്ട് ഇവിടെ വരെ വരണമെന്ന് നിർബന്ധമില്ലായിരുന്നു എന്ന് പറഞ്ഞു. സോറി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോൺ കോളിൽ എല്ലാം അവസാനിപ്പിക്കാമായിരുന്നു ആദർശേ എന്ന് വിളിച്ചു ശ്യാം സാറ്. അപ്പോൾ വേഗം തന്നെ മിഥുൻ ഇങ്ങനെ മിണ്ടാതിരുന്നു കുറച്ചു നേരം. എന്തായാലും വന്ന് പറയാനുള്ളൊരു മര്യാദ കാണിച്ചല്ലോ, ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. നന്ദിനി, ഡോക്ടർക്കൊരു ചായ എടുക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ വരുന്നവരെ മര്യാദയ്ക്ക് സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നന്ദിനിയമ്മേ, ചായ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു വേണി. വേണ്ട, ചായ എടുക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാട്ടോ, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാ. അപ്പം ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവർ കാര്യങ്ങളെങ്ങനെ ആയി. ചായ അടുത്ത വരവിനെ കുടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല. എന്താ മുത്തശ്ശി, എന്താ അതുപോലെ അടുത്ത വരവിനെ ചായ മാത്രമല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചേ ഞാൻ പോവുകയുള്ളൂ, എന്താ അതുപോലെ. അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം നോക്കുക, ഇവനെന്താ ഇങ്ങനെ പറയണത് എന്ന്. അപ്പോൾ ശരി കേട്ടോ, എന്നാൽ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്തുദ്ദേശത്തിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് പറഞ്ഞത്? മിഥുൻ അല്ല, ആരതിയെ വിവാഹം കഴിക്കുന്നതിൽ മിഥുൻ്റെ വീട്ടുകാർക്ക് യാതൊരു താല്പര്യവുമില്ല. പിന്നെ എന്തിനാ മിഥുൻ ഇനി വീണ്ടും ഇവിടേക്ക് വരണത്? ശരിയാ പറഞ്ഞത്, എൻ്റെ ബന്ധുക്കൾക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. പക്ഷേ ഞാൻ വിവാഹം കഴിക്കുന്നു എങ്കിൽ അത് ആരതിയെ തന്നെയായിരിക്കും, അതിലൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരതിയുടെ മുഖമൊന്ന് തെളിഞ്ഞു. ഇത്രയോ നേരം മിണ്ടാതിരുന്നെങ്കിലും ആളെ ഹാപ്പിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വേണുമാമന് കുറച്ചെടുത്തുചാട്ടം കൂടുതലായിരുന്നോ? അങ്ങനത്തെ പ്രവൃത്തി നിങ്ങളെ എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കാം കേട്ടോ. മറ്റൊന്നും കൊണ്ടൊന്നും വിചാരിക്കരുത്. ആരതി അല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ ക്ഷമിച്ച് ആരതിയെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്ന് പറഞ്ഞു. എൻ്റെ ഒരു റിക്വസ്റ്റാണ് മിഥുൻ, ഞങ്ങൾക്കൊന്ന് ആലോചിക്കാൻ കുറച്ച് സമയം തരണം എന്ന് പറഞ്ഞു ശ്യാം സാറ്. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ശ്യാം സാറേ, ശ്യാമങ്ങൾ എത്ര വേണമെങ്കിലും ആലോചിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്നോട് നോ മാത്രം പറയരുത് എന്ന് പറഞ്ഞു. അത്രയധികം ഞാൻ സ്നേഹിച്ചു പോയത് കൊണ്ടാണ്. ആരതിയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇതിനെ ഞാൻ വിളിച്ചോളാം. ഞാനേ ഇന്ന് മറ്റൊരാവശ്യത്തിന് തൃശ്ശൂർ പോകുന്നുണ്ട്. ഞാൻ ശങ്കറിനെ നേരിൽ കാണാൻ ശ്രമിക്കാം. നേരിൽ കണ്ട് ശങ്കറിനോട് എനിക്കൊരു സോറി പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് പിന്നെ സന്തോഷമായി കേട്ടോ. അപ്പോൾ എന്നാൽ ശരി അങ്ങളെ, എന്നാൽ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് മിഥുൻ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പകുതി വഴി ചെന്നിട്ട് വീണ്ടും നിൽക്കുകയാണ്. വീണ്ടും ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട്, ആ പിന്നെ ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞേക്കാം. ആരതിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് അവൾക്ക്, അതെനിക്ക് നന്നായി അറിയാം. പിന്നെ വേറെ ഇനി ആർക്ക് കെട്ടിച്ചു കൊടുത്താലും അവൾ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കില്ല. അവൾ എൻ്റെ കൂടെയാണ് എങ്കിൽ അവൾ ഹാപ്പി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആരതിയും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വേണിയുടെയും മുഖം തെളിഞ്ഞു. ആരതി മാത്രമല്ല കേട്ടോ, ഞാനും ഹാപ്പി ആയിരിക്കും എന്നൂടെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയി. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എന്നാൽ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. ചാരങ്ങാട്ട് വീട്ടിൽ ശങ്കർ ഇങ്ങനെ നിന്ന് എന്തോ ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗരി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വരുന്നത്. ശങ്കർ, ഒരു കാര്യം പറയാനുണ്ട്, ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് അച്ഛനിപ്പോൾ വിളിച്ചിരുന്നു. എന്തുട്ടാ ഇപ്പോൾ സംഭവം? മിഥുൻ അച്ഛനോട് വന്ന് സംസാരിച്ചു.
പിന്നെ ആരതിയും മിഥുനും തമ്മിലുള്ള വിവാഹത്തിന് യാതൊരു തടസ്സവുമില്ല എന്ന് പറഞ്ഞു. ആഹാ, അപ്പോൾ അവൻ്റെ വേണുമാഷോ? അയാൾ സമ്മതിച്ചോ? അയാൾ ബന്ധുക്കളുടെ എതിർപ്പ് ഒരു പ്രശ്നമല്ല, ആരതി അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് മിഥുൻ. ഹായ്, നമ്മുടെ ഡോക്ടർ ചുളൻ ആൾ കൊള്ളാലോ. അപ്പം നമ്മുടെ ആരതി മോളുടെ കല്യാണത്തിന് ഇനിയൊരു തടസ്സവും ഇല്ല അല്ലേ? ഇല്ല, എല്ലാ തടസ്സങ്ങളും മാറി. അപ്പം ശങ്കറിന് സന്തോഷമായിട്ടോ. ശങ്കറിനോട് അച്ഛനൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ? ശങ്കർ സംസാരിക്കോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് തലയാട്ടി. അപ്പോൾ അതേ വേണിയും നന്ദിനിയമ്മയും മുത്തശ്ശിയൊക്കെ നിൽക്കണം. അപ്പോൾ വേണി പോയി പിടിച്ചിട്ട്, ഹായ് പട്ടുപാവാടക്കാരി, നിനക്ക് സന്തോഷമായില്ലേ? ഹായ്, ഇതെന്ത് പറ്റി? നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത് എന്താ കാര്യം? അതെ, നിൻ്റെ ഡോക്ടർ ചുള്ളൻ നിന്നെ തന്നെ കിട്ടുള്ളൂ. അമ്മേ, മിഥുൻ്റെ ബന്ധുക്കൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ? ആരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നീ ഒന്ന് സമാധാനിക്കുക. തീരുമാനം എടുക്കേണ്ട ആളെ മിഥുനല്ലേ? അവൻ തീരുമാനിച്ച് കഴിഞ്ഞു. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അവൻ്റെ തീരുമാനം മറ്റുള്ളവർ അംഗീകരിച്ചോളും. അച്ഛൻ എന്തു പറഞ്ഞു അമ്മേ? അല്ല, മിഥുൻ്റെ കാര്യത്തിൽ അച്ഛൻ എന്തോരോ താല്പര്യമില്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടല്ലേ ആലോചിക്കാം എന്നച്ഛൻ പറഞ്ഞത്. ഹൈ, നമ്മുടെ പ്രൊഫസർ ഒന്ന് വെയിറ്റ് ഇട്ടതല്ലേ അല്ലേ നന്ദിനിയമ്മേ? അല്ലാണ്ട് പിന്നെ എന്തിട്ടാ ചെയ്യേണ്ടത്? നമുക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് ഉടനടി വെട്ടി തുറന്ന പോലെ അങ്ങ് പറയാൻ പറ്റുമോ? അമ്മാതിരി ഷോ ഇല്ലേ നമ്മുടെ ഡോക്ടർ ചുടനെ വേണുമാഷം കാണിച്ചത്. അപ്പം പിന്നെ തിരിച്ചൊരു ഷോ കാണിക്കണ്ടേ? അതല്ലേ എൻ്റെ ഒരു മര്യാദ. മോളെ ആരതി, ശ്യാം എതിർപ്പൊന്നും പറയില്ല. ഇനിയിപ്പം നീയും മിഥുനും തമ്മിലുള്ള വിവാഹം നടക്കണം എന്ന് തന്നെയാണ് അവനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടേ നീ വിഷമിക്കണ്ട. ഇനി അഥവാ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാലും നീ വിഷമിക്കൊന്നും വേണ്ടാന്നേ. ഞാനും നന്ദിനിയും കൂടെ പറഞ്ഞ് ശ്യാമിനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. എന്താ, പോരെ നിനക്ക്? സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും മൊഹോ ഇങ്ങനെ ഇരിക്കുക. അതെ, ഇനിയും മോത വീർപ്പിച്ചുകൊണ്ട് നിൽക്കാതെ ഒന്ന് ചിരിക്കൻ്റെ വട്ടോളക്കാരി, നിൻ്റെ ഒരു കാര്യം. അപ്പം ആദർശ് അങ്ങോട്ട് വന്നു. വേണി, എന്താ ആദർശേട്ടാ, എൻ്റെ ലാപ്ടോപ്പ് ബാഗ് അവിടെ? അതവിടെ ഉണ്ടല്ലോ. അതവിടെ ഇല്ല, ഞാൻ നോക്കിയല്ലോ. നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു. നീ അങ്ങ് ചെല്ല. അപ്പം വേണി ഇതേണ്ട ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് വേണി നേരെ അകത്തേക്ക് കയറിപ്പോയി. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മയും മുത്തശ്ശിയും എന്നോട് ദേഷ്യപ്പെടുവോ എന്ന് ചോദിച്ചു. എന്താ കാര്യം? നീ ആദ്യം കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം, അതിന് ശേഷം ആലോചിക്കാം ദേഷ്യപ്പെടണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം നോക്കി. നന്ദിനി അവളുടെ ആലോചന കണ്ടിട്ട് പറയാൻ പോകുന്നത് എന്തോ ഒരു കുഴപ്പം പിടിച്ച കാര്യമാണെന്നാണല്ലോ തോന്നുന്നത്. എന്താ മോളെ, കാര്യം എന്താണെങ്കിലും നീ പറഞ്ഞോ. അധികം വൈകാതെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യില്ലേ? ഇതാണോ നീ പറയാൻ വന്ന കാര്യം? ഇതല്ല ഞാൻ പറയാൻ വന്നത്. എടി പെണ്ണേ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റി വിളയ്ക്കാതെ നേരെ ചൊവ്വയങ്ങ് പറഞ്ഞാൽ പോരെ? അമ്മേ, അത് പിന്നെ എൻ്റെ നിശ്ചയത്തിനും കല്യാണത്തിനും ഒന്നും ശങ്കരേട്ടനെയും ശങ്കരേട്ടൻ്റെ വീട്ടുകാരെയും വിളിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. അല്ല, അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഗൗരി ചേച്ചിയെ മാത്രം വിളിച്ചാൽ പോരെ? നീ എന്തടി പറഞ്ഞത് എന്ന് ചോദിച്ച് നന്ദിനി കൈ ഓങ്ങാണ്. നന്ദിനി എന്ന് വിളിച്ച് മുത്തശ്ശി കയ്യെ കയറി പിടിച്ചു. നീ എന്ത് വർത്തമാനമായി പറഞ്ഞത് എന്ന് ചോദിച്ചോ. ഇവള് പറഞ്ഞത് അമ്മ കേട്ടില്ലേ? ഇവൾ എന്ത് അധികാരത്തിലായി പറഞ്ഞത്? ഇവക്ക് എങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് എങ്ങനെ കഴിയുന്നു എന്ന് ഞാൻ ആലോചിക്കണത്. മോളെ ആരതി, നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ പിന്നെ എങ്ങനെ പറയണം? എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? അതെന്താ നിങ്ങൾ ആരും ഒന്നും ചിന്തിച്ചു പോലും നോക്കാത്തത് എന്ന് ചോദിച്ചു. മിഥുൻ്റെ വീട്ടുകാർക്ക് ശങ്കരേട്ടൻ്റെ ഫാമിലിയെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതിനുകൊണ്ട് തന്നെ എന്തിനാ ഇനിയും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ പറയണത്. ആരതി, നമ്മളെല്ലാവരും ഒരു കുടുംബമാണെന്ന് നീ ഇനി എന്നാ മനസ്സിലാക്കുന്നത്? എന്നാ നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ശങ്കർ നിൻ്റെ ഏട്ടനാണ്. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അവനെ ഒഴിവാക്കി നടത്താൻ പറയാൻ നിനക്ക് എങ്ങനെ പറയാൻ തോന്നി മോളെ ആരതി? ശങ്കറിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ വേണം നീ മണ്ഡപത്തിലേക്ക് കയറാൻ. അതിലൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങളാരും എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തത്? പ്ലീസ്, അമ്മ ഇപ്പം പറഞ്ഞല്ലോ നമ്മളെല്ലാവരും ഒരു കുടുംബമാണെന്ന്. ചാരങ്ങാട്ടുകാർ നമ്മളെ അവരുടെ കുടുംബത്തിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടോ? എവിടെ?
നമ്മളെ അവരുടെ ബന്ധുക്കളാണെന്ന് പറയാൻ പോലും അവർക്കെല്ലാവർക്കും നാണക്കേടാ. ചാരങ്ങാട്ടുകാരെക്കുറിച്ച് ഞാൻ പലതും പറയാതിരിക്കാം. ഇനി അതൊക്കെ അറിഞ്ഞാലേ ഈ കല്യാണത്തിന് അവരെ ആരും ക്ഷണിക്കണ്ടെന്ന് അമ്മയും മുത്തശ്ശിയും തന്നെ പറയും. അതെനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞ് ആരതി അകത്തേക്ക് കയറിപ്പോയി. അമ്മേ, അവൾ പറഞ്ഞു പോയിട്ടൊക്കെ അമ്മ കേട്ടോ? ഇവളെന്ത് ഇങ്ങനെ ആയിപ്പോയത്? സ്വഭാവത്തിൽ ഇത്രയും മാറ്റം? നന്ദിനി, നീ വിഷമിക്കാതെ, നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. അവൾ കുട്ടിയല്ലേ, എല്ലാം ശരിയാകൂന്നേ. നീ അങ്ങനെ ഓർത്തെടുക്കേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ ആരതി മോളെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അവളെന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നോർത്ത് നന്ദിനി അമ്മ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിനെയാണ്. അപ്പോൾ ശ്യാം സാറിൻ്റെ ഫോണിലേക്ക് നമ്മുടെ ഗൗരി വിളിക്കുകയാണ്. മോളെ, നീ ശങ്കറിനോട് സംസാരിച്ചോ? എന്നിട്ട് ശങ്കർ എൻ്റെ അടുത്തുണ്ട് അച്ഛാ, ഞാൻ ഫോൺ ശങ്കറിന് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ വേഗം തന്നെ ഫോൺ അങ്ങ് വാങ്ങിയിട്ടോ. ആൾ ഹാപ്പി ആയിട്ട്, ഹലോ ശ്യാം സാറേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ സന്തോഷത്തോടെയാണ് ആൾ ചോദിക്കുന്നത്. ഹലോ ശ്യാം സാറേ, കേൾക്കാൻ പറ്റണില്ലേ എന്ന് ചോദിച്ചു. കേൾക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് കേൾക്കാം ശങ്കറേ. അല്ല, നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് ശ്യാം സാറിൻ്റെ റിപ്ലൈ ഒന്നും ഇല്ലാത്തപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന്. ശ്യാം സാറേന്ന് സ്നേഹത്തോടെയുള്ള നിൻ്റെ ആ വിളി അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്കത് വേദനിക്കുന്നുണ്ട് ശങ്കറേ എന്ന് പറഞ്ഞു. സത്യം പറയട്ടെ, നിനക്കെന്നോട് യാതൊരു ദേഷ്യവും തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. എനിക്കെന്തിനാ ശ്യാം സാറിനോട് ദേഷ്യം? ഒരു ദേഷ്യവുമില്ല. നിനക്കെന്നോട് ദേഷ്യം തോന്നാറില്ലേ? നിൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് മാത്രമാണ് ശങ്കറേ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് ക്ഷമിക്കുമോ എന്ന് ചോദിച്ചു. നിന്നെപ്പോലെ നിന്നോട് നിസ്സഹായ ഒരു മനുഷ്യനോട് ഞാൻ നിഷ്കളങ്കനായ നിന്നോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നോ? അതിന് മാത്രം ശ്യാം സാർ എന്താ ചെയ്തത്? അല്ലെങ്കിൽ ആരതിയുടെ പെണ്ണുകാണൽ ചടങ്ങിനിടയ്ക്ക് ഞാൻ നിന്നോട് ഇടപെട്ട രീതി വളരെ തെറ്റായിപ്പോയി. അതൊക്കെ വിട്ടുകളയേണ്ട ശ്യാം സാറേ. നമ്മുടെ ആ ഡോക്ടർ കേൾക്കണുണ്ടല്ലോ, ചുള്ളനാൾ കൊള്ളാട്ടോ, സൂപ്പറാട്ടോ. അതെ, അവൻ്റെതായ തീരുമാനം ഉണ്ടല്ലോ, വീട്ടുകാർ പറയണല്ലോ കേൾക്കണത്. ആണുങ്ങളായാൽ അങ്ങനെയൊക്കെ വേണോന്നേ. മോനെ ശങ്കറേ, ഇതിപ്പോൾ എന്താണെങ്കിലും രണ്ടാമത്തെ തവണയാണ് നിന്നെ ഈ പരസ്യമായിട്ട് ഞാൻ അപമാനിക്കുന്നത്. നിങ്ങളുടെ കല്യാണ ദിവസം നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ അപമാനിച്ചു. അന്ന് നീ എന്നോട് ക്ഷമിച്ചു. ഒരധ്യാപകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അന്ന് ഞാൻ ചെയ്തു പോയത്. എൻ്റെ ശ്യാം സാറേ, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ? ആ പുരാണമൊക്കെ മറക്ക്, അതൊക്കെ വിട്ടുകളാ. ശങ്കരേ, നീ ഒരു നല്ലൊരു ഹൃദയത്തിനുടമയായതുകൊണ്ടാണ് നിന്നെ മുറിപ്പെടുത്തിയ ആ ഓർമ്മകൾ പോലും നീ നിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ മായ്ച്ചു കളഞ്ഞത്. ശ്യാം സാറേ, എന്നോട് ഇതുപോലത്തെ മഹത്വജനങ്ങളൊന്നും പറയരുതിട്ടാ. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഈ ശ്യാം സാറ് എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. എൻ്റെ അച്ഛന് എന്തും എന്നോടും ചെയ്യാനും പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെയാട്ടോ ശ്യാം സാറും. മോനെ, വിദ്യാഭ്യാസം ഒന്നു മാത്രമാണ് ഒരു നല്ല വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് എന്ന് ഇത്രയും കാലം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, സ്നേഹം കൊണ്ടും അതും കൊണ്ടും ഒരു വ്യക്തിയിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്ന്. ഒരുപാട് സന്തോഷമായി എനിക്ക്. ഇത് നീ എനിക്ക് പഠിപ്പിച്ചു തന്ന പുതിയ അറിവാട്ടോ മോനെ. സത്യം പറയട്ടെ, നിന്നോട് ഞാൻ ഇന്ന് വരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. ദേ ശ്യാം സാറേ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടോ. ദയവ് ചെയ്ത് ശ്യാം സാറ് ഈ രീതിയിലൊന്നും എന്നോട് സംസാരിക്കരുത്. അതുകൊണ്ട് ഇതുപോലത്തെയുള്ള ഡയലോഗ് അടിക്കരുത്. അതൊന്നും കേൾക്കാനായിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ, എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ, എൻ്റെ കണ്ണ് നിറയും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ശ്യാം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക കേട്ടോ. ശ്യാം സാറേ, എന്നോട് ഇതുവരെ തെറ്റ് ചെയ്തു എന്ന ഫീലിങ്സ് ഒരു കാരണവശാലും ശ്യാം സാറിന് ആവശ്യമില്ല കേട്ടോ. ദേ, ഇപ്പം ശ്യാം സാറിൻ്റെ സ്ഥാനത്ത് ആതായിരുന്നാലെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുണ്ടായിരുന്നുള്ളൂ. അത് സ്വാഭാവികമാണ്. ഗൗരിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്യാം സാറിനെയും ഫാമിലിനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതെനിക്ക് നന്നായി അറിയാം. ഞാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടിച്ചപ്പോൾ ശ്യാം സാറിൻ്റെ രീതിയിൽ അങ്ങ് പ്രതികരിച്ചു. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അതങ്ങനെ കരുതി വെച്ചാൽ മതി. ഇംഗ്ലീഷ് വായിച്ച പരിപാടിയൊക്കെ ഇല്ലേ, അത് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതിനി ഏതൊരച്ഛനും ഗതികേട് കൊണ്ട് ചെയ്തു പോണ കാര്യങ്ങളാണ്. എൻ്റെ പൊന്നോ, ആത്മാർത്ഥ സ്നേഹവും എൻ്റെ ഭ്രാന്ത് പിടിച്ച സ്നേഹമൊന്നും ശ്യാം സാറിന് അപ്പം മനസ്സിലാവില്ലല്ലോ. ശ്യാം സാറിനെന്നല്ല ആർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ആരതി മോളുടെ കല്യാണ കാര്യം
നമ്മുടെ അച്ഛനെ ആ പാവം മാഷിനോട് ചെയ്തത് കൊടും ക്രൂരത തന്നെയല്ലേ? അച്ഛനെ കുറ്റം പറയണ കേട്ടപ്പോൾ എനിക്ക് വേഗം രക്തം തിളച്ചൂട്ടോ. അതാ സംഭവിച്ചത്. അവരുടെ ഭാഗത്താണ് ന്യായമെന്നൊന്നും ഞാൻ നോക്കിയില്ല. തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാണ് ശ്യാം സാറേ. അത് ഞാനാ ചെയ്ത തെറ്റ്. അവിടെ വെച്ച് ശ്യാം സാർ എന്നോട് പെരുമാറിയ ആ രീതിയില്ലേ, അത് കറക്റ്റ് തന്നെയാണ്, ഒരു തെറ്റുമില്ല. അല്ലാതെ ശ്യാം സാറിന് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? എൻ്റെ തോളത്ത് തെറ്റിയിട്ട് അതെ സബാഷ് മരുമോനെ പിടച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഞാൻ ചെയ്തത്? അപ്പം ശ്യാം സാറ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഗൗരി സംഭവം കേട്ടോ ശ്യാം സാറിന് എന്നോടുള്ള പിണക്കമൊക്കെ മാറിയിട്ടോ. ആള് ചിരിക്കണുണ്ട്. ഇപ്പം മനസ്സിന് ആശ്വാസമൊക്കെ കിട്ടിയില്ലേ? സത്യം പറയട്ടെ, മനസ്സിൽ നിന്ന് ഒരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടേ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ആൾ ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഈ ലോകത്ത് എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഈ ലോക സമസ്ത സുഖിനോ ഭവന്തു, അങ്ങനെ തന്നെ വേണം കേട്ടോ. അപ്പം ശ്യാം സാർ ഹാപ്പി ആണല്ലോ. ഞാൻ ഫോൺ കട്ട് ചെയ്തോട്ടെ? ശരി മോനെ, എന്നാൽ ഞാൻ നാളെ വിളിക്കാമെന്ന് മോളോടൊന്ന് പറഞ്ഞേക്ക്. ശരി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. അപ്പോൾ ഗൗരിയെ ചേർത്ത് പിടിച്ചിട്ട്, അതെ ശരിക്കും ഗൗരി, ഈ ശ്യാം സാറ് എന്ത് പാവാട്ടോ. അതെ എൻ്റെ ശംഖുവും ഒരുപാട് അതിനേക്കാളൊക്കെ പാവമല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ രണ്ടുപേർക്കും നമുക്കൊന്ന് പുറത്തു പോയാലോ? പോവാം എന്ന് പറഞ്ഞു. എന്നാലേ എൻ്റെ ക്ടാവ് വേഗം റെഡിയാവും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ഭയങ്കര സന്തോഷത്തിലായി. ശംഖുവും ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആളുടെ മൂടൊക്കെ മാറി, ആൾ നല്ല സന്തോഷമായി. അപ്പോൾ ഇവർ രണ്ടുപേരോട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനെയാണ്. അപ്പോൾ ധ്രുവൻ്റെ അടുത്തേക്ക് കിരൺ വരികയാണ്. അപ്പോൾ വേഗം തന്നെ കിരൺ വന്നിട്ട് ഒരു സംശയം ഇങ്ങനെ ചോദിക്കുകയാണ്. ധ്രുവ, ഞാനൊരു കാര്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇനി ചോദിച്ചാൽ നീ എന്നേരം ചാടിക്കടിക്കാൻ വരും. കിരണേ, നിനക്കെന്തറിയേണ്ടത് നീ ചോദിക്കുക, ധൈര്യമായിട്ട് ചോദിക്കടാ. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട്, എടാ ധ്രുവ, നീ പാറക്കെട്ടിന് മുകളിൽ നിന്ന് വീണ് മരിച്ചു. ചിന്നിച്ചിതറിയ ഒരു ഡെഡ് ബോഡി പോലീസിന് കിട്ടുകയും ചെയ്തു. അല്ല, ആ പാറക്കെട്ടിന് മുകളിൽ നിന്ന് വീണ നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഒന്ന് പറഞ്ഞേ. ഇനി വല്ല കാട്ടുമൂപ്പനും രക്ഷിച്ചതാണോ എന്ന് ചോദിച്ചു. അല്ല, സാധാരണ അങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കാം. ഞാൻ പാറക്കെട്ടിൽ നിന്ന് വീണതും ചിന്നിച്ചിതറിയ നിലയിൽ കിട്ടിയ ഡെഡ് ബോഡിയും എൻ്റെ മരണവും എല്ലാം അതൊക്കെ ഞങ്ങൾ നടത്തിയ ഒരു നാടകം മാത്രമായിരുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല? അപ്പം നിന്നെ സഹായിക്കാൻ വേറെ ആരോ ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഉണ്ടായിരുന്നു. ഈ ഗെയിമിന് പിന്നിൽ മറ്റൊരാളൂടെ ഉണ്ട്. ഇതുവരെ ആർക്കും ഒരു സംശയം തോന്നിയിട്ടേയില്ല. അയാൾ പുറകിൽ തന്നെയുണ്ട്. അയാളും ഞാനും കൂടി തന്നെ ചേർന്നാണ് എല്ലാം പ്ലാൻ ചെയ്തത്. ഇങ്ങനെയൊരു മർഡർ കേസ് ക്രിയേറ്റ് ചെയ്തതിന് പിന്നിൽ തന്നെ വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നോ? മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നോ? പക്ഷേ ധ്രുവ, നിൻ്റെ കൂടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ ആളാരാ എന്നിങ്ങനെ കിരൺ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഷാൻ വെപ്രാളം പിടിച്ച് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. എടാ ധ്രുവ മച്ചാനെ, ദേ നമ്മുടെ ശിവാനിയുടെ താമസ സ്ഥലം ഞാൻ കണ്ടെത്തി. കണ്ടെത്തിയോ എന്ന് ചോദിച്ചു. മോളി ആൻറ്റിന്ന് അവരെല്ലാവരും വിളിക്കണത്. അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ മുകളിലത്തെ പോർഷനിലാണ് ശിവാനി താമസിക്കുന്നത്. പറയ, ഇനി എന്താ മച്ചാൻ്റെ പ്ലാന്? എനിക്കിന്ന് തന്നെ എനിക്ക് ശിവാനിയെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം അതാണ് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞവരിങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.